വീഡിയോസ് നേരെ ഇടണേ. വീഡിയോസ് ചെരിച്ചിട്ട് ഇടാൻ പറ്റില്ല. എടാ സ്ക്വിഡ് ഗെയിമിന്റെ എഡിറ്റ്. യോ സായിപ്പി chicken, only for chicken. What in the car is far away? ഇങ്ങനത്തെ ക്ലിപ്സ് ഇടാ, ഇങ്ങനത്തെ ക്ലിപ്സ് ഇട്. സാഹിബിന്റെ കുറെ എഡിറ്റ് ചെയ്തിട്ടല്ല, അത് ഇടട്ടാ, അത് ഇട്. ഡിസ്കൗണ്ട് ഇടട്ടാ. ഭ്രാന്തം പിള്ളേരുണ്ടല്ലോ ഇങ്ങനത്തെ കൊറേ. മോനെ നീ ഇരുന്ന് സംസാരിക്കുന്നതില്ലേ ഇതിൽ ഓഡിയോ കിട്ടും, മനസ്സിലാ? അപ്പൊ നിനക്ക് അങ്ങനെ സംസാരിക്കണ്ട, അപ്പുറത്ത് പോയി സംസാരിക്കണം കേട്ടാ. ഞാൻ ലൈവ് ചെയ്യുന്നതാ മൈല. അതിന് അതിനല്ല ഒയിന് തിരിഞ്ഞങ്ങട്ട് കൊണ്ടൂല. ഇവരെ കണ്ടിട്ടുണ്ടോ? ഇവനാണ് നമ്മുടെ ആട്. എന്റെ മോനായത് മനസ്സിലായി, എന്റെ മോനായത്. ചിങ്ങനെ കണ്ട് കുഞ്ഞുമോനോടത് മനസ്സിലായാ? ഉമ്മയാളെ കുഞ്ഞുമാരെ എനിക്ക് ഉമ്മ എടുക്കോ? ലൈനുള്ള ബുദ്ധി ആയിട്ടില്ല. ഉമ്മ എടുക്കാനുള്ള ഇതായിട്ടില്ലല്ലോ, അവരെ പറഞ്ഞാ മനസ്സിലാവോ? സംസാരിക്കാനുള്ള ഇതായിട്ടില്ലല്ലോ, ടൈം ആയിട്ടില്ലല്ലോ. ബോജയ്ക്കായി സൈബർ ഇടത്തിൽ ആസൂത്രിത നീക്കമോ പറയുന്ന ഒരു കാര്യത്തെ ആരും ശരിയാണെന്ന് ശ്യാമപ്രസാദ് സാറും കണ്ടിട്ടുണ്ടാകും, വീണയും അഡ്വക്കേറ്റ് വീണയും കണ്ടിട്ടുണ്ടാകും. ഒരു പൊതുവേദിയിൽ ഞാനും മഞ്ജുഷനുമൊക്കെ ആരാധിക്കുന്ന കേരളത്തിന്റെ മഹാനായ നടൻ മോഹൻലാൽ ഇരുന്നു കൊണ്ട് ഒരു കൈപ്രക്രിയ നടത്തിയത് ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടില്ല. എന്ത് കൈപ്രക്രിയയാണ് നടത്തിയത്? ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടില്ല, ഒരു ചർച്ചയും കണ്ടില്ല. മമ്മൂട്ടിയും സിദ്ദീഖും ഇരിക്കുന്ന വേദിയിൽ മമ്മൂട്ടി നോക്കി ചിരിക്കുന്നുണ്ട്, മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടില്ല. ഒരു ആശയ ദാരിദ്ര്യങ്ങൾ ഉള്ളപ്പോ ഏതെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോ ആ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഞാൻ പറഞ്ഞ വിഷയം മഞ്ജുഷ മനസ്സിലായിക്കാണും, മോഹൻലാൽ കാണിച്ച കൈപ്രക്രിയ എന്ത് പ്രക്രിയയാണെന്ന് മനസ്സിലായിക്കാണും, അത് വീണയ്ക്ക് മനസ്സിലായിക്കാണും, ശ്യാമപ്രസാദ് സാറിന് മനസ്സിലായിക്കാണും. അന്നൊന്നും ഒരു ഫെമിനിസ്റ്റ് മോഹൻലാല് വേറെ ബോച്ചെ വേറെ, മനസ്സിലാവും? മോഹൻലാൽ എന്ത് ചെയ്താലും എന്താ 2 ദിവസം കഴിഞ്ഞാൽ അങ്ങ് മാഞ്ഞു, മനസ്സിലാവും? ബോച്ചകരല്ല, ബോച്ചാൽ അത് ചെയ്താൽ ഇവർക്ക് മീഡിയാസിന് അതങ്ങനെയാ, മനസ്സിലാവും? അതങ്ങനെയാ, നടന്മാർക്ക് വേറെ റൂളാ.
ആദി IG. W no, W. Annani on fire. Scout for a minute. Annaniyo? Like scout for a minute. Scout but from Malayalam. Attitude. അത് റിയലാ? Like scout. റിയലാ അല്ല എഡിറ്റാ? Like scout for a minute. ആ ഇത് റിയലാ? Scout but from Malayalam. Attitude like scout. അടുത്ത എഡിറ്റർ അറിയില്ല. Like scout. മോനെ എടാ അവർക്കൊന്നും മനസ്സിലാത്തോണ്ട് കുഴപ്പമില്ലല്ലേ, അവര് ഹിന്ദിക്കാരായിക്കൊണ്ട് അതാ ഇവനെന്തോരു ഇവനല്ല. ഇന്ന് ഞാൻ ഓഡീഷന് പോയിട്ട് വന്നിട്ടില്ലേ, ഞാൻ ഇതേപോലെ വന്നു ഇങ്ങനെ 3 ജഡ്ജസ് ഇരിക്കുന്നു മനസ്സിലാ. ഇവനെല്ലാം അവിടെ ഓഡീഷന് കൊണ്ടുപോയിട്ടുണ്ട്. ഇവൻ അടിപൊളി അതെ പൊളിച്ച് പെർഫോം ചെയ്തിട്ടുണ്ടോ മനസ്സിലാവും. ഞാനെല്ലാം അവിടെ പോയിട്ട് മറിച്ചു പോയടാ, ആർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട്. തൊപ്പി റിയാക്ട് VK എതിരാളി. കൊള്ളാം, കുഴപ്പമില്ല, നല്ല. ആരെന്താ പേരെന്ന VK എതിരാളി, കുഴപ്പമില്ല. കീപ് ഗോയിങ് ബ്രദർ. റാപ്പ് ഹിപ്പ് ഹോപ്പ് സീൻ നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യണം മനസ്സിലാവും. നമുക്ക് റാപ്പേഴ്സിനെ നമ്മൾ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. കോൾ കാസ്ട്രോ ബർത്ത്ഡേ. കാസ്ട്രോന്റെ ബർത്ത്ഡേ ശരിക്കോ? ആ കാസ്ട്രോന്റെ ബർത്ത്ഡേ. ഓ ഹാപ്പി ബർത്ത്ഡേ ബ്രദർ. എടാ മുത്തേ കാസ്ട്രോ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ മോനെ കണ്ടന്റ് എല്ലാം കണ്ടന്റ് ആണ് മനസ്സിലാ. നീ എന്നെ എടുത്ത് കണ്ടന്റ് ആക്കി, ഞാൻ നിന്നെ എടുത്ത് കണ്ടന്റ് ആക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, അതെല്ലാം വേറെ. എന്തായാലും വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. കുറെ കാലം ഇങ്ങനെ അടിപൊളിയായിട്ട് ഹമ്പിളായിട്ട് സംഭവം. നീ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്, കാര്യം പറയല. നീ പണ്ട് തന്നെ മനസ്സിലായി, ഞങ്ങൾക്ക് എൻ്റെ പോലീസ് എൻ്റെ PC എല്ലാം എടുത്തോണ്ട് പോയപ്പോൾ നീ ഞങ്ങൾക്ക് ലാപ്പ് ഒന്ന് സഹായിച്ചു. പക്ഷെ നീ അത് ഒരു 100 വട്ടം ലൈവിൽ വന്നിട്ട് എൻ്റെ 2 ലക്ഷം റുപ്യൻ്റെ ലാപ്പ് കൊടുത്ത് 2 ലക്ഷം റുപ്യൻ്റെ ലാപ്പ് കൊടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും വന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നല്ല കാര്യം പറയുമ്പോൾ ഇങ്ങനെ നല്ല കാര്യം ചെയ്താൽ ഇങ്ങനെ വന്ന് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല, മനസ്സിലാവും. അല്ല അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞല്ല. സ്റ്റിൽ നീ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ ബ്രദർ. മറ്റേ പിന്നെ റിവെഞ്ച് ചെയ്തോന്നും അല്ലടാ ഞാൻ മനസ്സിലായി. നീ എടുത്ത കാറിന്റെ പകുതി പൈസ പോലും എൻ്റെ കാറിനായിട്ട് പകുതി പൈസന്റെ ഇതേ ആയിട്ടുള്ളൂ. അപ്പം റിവെഞ്ച് ഒന്നും ആയിട്ടില്ല. ഞാൻ ചെയ്ത് റിവെഞ്ച് ഒന്നും ആയതായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നില്ല. ഓക്കെ, എന്തായാലും വിഷ് യു സക്സസ്ഫുൾ ലൈഫ് ബ്രദർ. ലവ് യു. ഓക്കെ, കോൾ കാസ്റ്റർ അവിടെ ഞാൻ വിളിച്ചിട്ടോ എടുത്തിട്ടില്ലടാ. ഞാൻ ലാസ്റ്റ് ഒരു ദിവസം വിളിച്ച് ഇങ്ങനെ ഞാൻ കണ്ടന്റ് എന്നുള്ള ലെവലിൽ നീ എന്നെ കണ്ടന്റ് ആയിക്കൊണ്ട് ഞാൻ അതിനെ കണ്ടന്റ് ആക്കിയതാണെന്ന് അങ്ങനെ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചു. ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ എടുത്തില്ല. പിന്നെ ഞാൻ വിളിച്ചില്ല. പിന്നെ നമ്മള് അങ്ങോട്ടേക്ക് ഇതാക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ എപ്പെങ്കിലും ഒരു സിറ്റുവേഷൻ വരും, എപ്പെങ്കിലും ഇങ്ങനെ ഒരു ഗെയിമേഴ്സ് ഇതോ അങ്ങനെ ഒരു എന്താ പറയാ മനസ്സിലാവും, എന്തെങ്കിലും ഒരു പരിപാടിക്കോ എന്തിനൊക്കെ ആയിട്ട് എന്തായാലും നേരിട്ട് കാണേണ്ടി വരും, മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം സംസാരിക്കാമെന്ന് വിചാരിച്ചു, മനസ്സിലാവും. കാരണം നമ്മളങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. താമര പറിക്കാൻ പോകുന്നതാണ്, ഇതാണ് ഇത്രയും കാണുന്നത്. ഈ താമര പറിക്കുന്നതെല്ലാം ഇവിടെ വന്നിട്ട് ഇടുന്നതാണ്. ഇതെന്ത് L clips ആണ് ഇടുന്നത്. L clips ആണ് ഇവിടെ വന്നിട്ട് മാമാക്ക്
പൊട്ടിയെന്നാ പറഞ്ഞ പാവം. തൊപ്പി പൂക്കിനി ആതോ തൊപ്പി പൂക്കിനി ആതോ പൂക്കി പറയാ ഇതെന്താടാ പൂക്കിയായിരുന്നാടാ വന്നേന്. നീ അത് മാസാടാ, നീ അതിനെ പൂക്കിയാക്കാണ്ട മോന. ബ്രോ തെറിവിളി ഫുൾ നിർത്തിയോ? തെറിവിളി ഫുൾ നിർത്തി എടാ, ഫുൾ നിർത്തി അങ്ങനെയല്ല എടാ, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ വിളിക്കണം, മനസ്സിലാവും. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് പുറത്തേക്ക് നമ്മൾ വായിന്ന് അറിയാണ്ട് തെറി വന്നു. പക്ഷെ അങ്ങനെ ഹാർഡായിട്ടുള്ള തെറിവിളി ഞാൻ നിർത്തിയെന്ന് ഞാൻ പറഞ്ഞു, മനസ്സിലാവും. അപ്പൊ അങ്ങനെ തോറ്റു ഇതും പറയാണ്ട് അങ്ങനെ പിടിച്ചു വെച്ച് ഉള്ളിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് എന്താ വരുന്നത് അതുപോലെ കുറച്ച് കൺട്രോൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ തെറിവിളി ഫുള്ളായിട്ട് നിർത്തേണ്ട കാര്യം ഉണ്ടാവും. അതൊരു പ്രഷറല്ലേ അല്ലേ? അങ്ങനെ ജീവിക്കുന്ന ഒരു പ്രഷറല്ലേ ഇങ്ങനെ പിടിച്ചു വന്നിട്ട് ജീവിക്കുന്ന? അതിന്റെ ആവശ്യമില്ല. മമ്മു ആക്ടിങ് ഇൻ യൂട്യൂബ് ലൈവ്. കാര്യം ഓവർ അല്ലേ മമ്മ? എപ്പോ ഓവറാക്കലല്ലേ, എപ്പോ ഓവറാണ് ഞാൻ. കോൾ ഫസി തുടങ്ങിയിട്ടുണ്ട്. ഓൻ്റെ എല്ലാം പിരാന്ത് തുടങ്ങുന്നുണ്ട്, ഓൻ്റെ പിരാന്തൻ സ്പാമുകൾ തുടങ്ങുന്നുണ്ട്. ഒരു ആവശ്യമില്ലാത്ത പരിപാടിയാണ്, ആവശ്യമില്ലാത്ത പരിപാടിയാണ് നിങ്ങളിപ്പോ കാണിക്കുന്നത്. Suppose me and Snacks and Shruti, we are new players, but we are in your squad, and you are frustrated by us. Okay, let's start. Okay. Hey, we got to finish. Let's go. Okay. Now, I want to. ഇതെന്താ ഓഡിയോ എഡിറ്റഡാ? ഇത് എഡിറ്റഡാടാ, ഇത് ഓഡിയോ വേറെ ആണല്ലോ. ഇത് എഡിറ്റഡാ. എന്തൊരു കാർട്ടൂണാണിത്. ഇവർക്ക് ഇതെല്ലാം മതി തോന്നല്ലേ? ഇവർ ഇതെല്ലാം കൊണ്ട് തൃപ്തരാണ്, മനസ്സിലാവും. ഈ ഫ്രീ ഫയർ പ്ലേയേഴ്സ് ഇതെല്ലാം കണ്ടാൽ തൃപ്തരാണ്. ഇവർക്ക് ഇതെല്ലാം മതി. കടലാസ് പോലെയാണ് ഉള്ളത്. ഇതിനൊരു ജീവനുള്ള പോലെ നമുക്ക് തോന്നില്ലല്ലോ ഇത് കാണുമ്പോ. ഗ്രാഫിക്സ് ഡ്രാഗണാണോ അതോ തവളയല്ല ഡ്രാഗണാ? എടാ, എനിക്ക് ഇഷ്ടമല്ലാത്ത സ്പാം ചെയ്താൽ ഞാൻ ലൈവ് നിർത്തിയിട്ട് പോകും. നിങ്ങൾക്ക് അത് അറിയാം, യു നോ ദ റൂൾസ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കും സ്പാം ചെയ്യണോ വേണ്ടത്. കോൾ ഫസി നമ്മൾ സ്പാം ചെയ്താൽ ഞാൻ പോകും. ഓക്കെ, മറ്റേ ഗോഡ്സില്ല അപ്ഡേറ്റ് അല്ലേ? ഗോഡ്സില്ല അപ്ഡേറ്റ് അവിടെ പബ്ജിയിലെ ഗോഡ്സില്ല അപ്ഡേറ്റ്, അതിന്റെ എല്ലാം ഗ്രാഫിക്സ് വെച്ച് നോക്കുമ്പോ അത് എപ്പോ ഇറങ്ങിയതാ? പണ്ട് അപ്പൊ 2021 ഇറങ്ങിയ ഗ്രാഫിക്സ് ആയത് പബ്ജിയില് അന്നത്തെ. പക്ഷെ ഞാനിത് പബ്ജി കളിക്കാനും വെച്ചിട്ട് വന്നേടാ, സായിപ്പൊന്നുമില്ല. double edit. Bro, stop. Commentary part the game അവതരിപ്പിക്കുന്ന ബ്രേക്ക്ഡാൻസ്. എടാ ഈ പുള്ളില്ല, എത്രേ ഉള്ളൂ. എടാ ഒരു ഡബ്ല്യു ക്ലിപ്പേനോട്ടെ കൊള്ളവനെല്ലാം ഉണ്ടല്ലോ. commentary part the game അവതരിപ്പിക്കുന്ന ബ്രേക്ക്ഡാൻസ്.
കേസ് ഈ പ്രതിക്ക് അനുകൂലമായിട്ട് ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു കുട്ടി പറഞ്ഞതിന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കണ്ണ് അവനെ മ്യൂട്ടാ ഇതൊന്ന് ഗെയിമാ പബ്ജിയിൽ പറയുന്ന മ്യൂട്ട് മ്യൂട്ട് മ്യൂട്ട്. ജഗദീഷ് ഞെട്ടിച്ചു ഭയങ്കര മാറ്റം വന്ന രണ്ടുപേരാണ് ഇന്ദ്രൻസും ജഗദീഷും. ട്രാൻസിഷൻ കറക്റ്റ് കൊണ്ട് എത്തിച്ചു. ജഗദീഷിന് എന്ത് മാറ്റമാണ് ആ കാക്കത്തൂരി എന്ന് പറയുന്നത് ഈ ആദ്യമൊക്കെ മാറി 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 വന്ന് വേറെ ലെവലിലേക്ക് തിരിച്ചു. പൊട്ടങ്ങളി കളിച്ചോണ്ടുന്ന ജഗദീഷ് വരെ ഇപ്പൊ വില്ലൻ മാസ് റോളെല്ലാം ചെയ്യുന്നു മനസ്സിലാ. അപ്പം എനക്ക് ഒരു സിനിമയിലൊരു ഒരു റോളെല്ലാം എനക്ക് ചെയ്താല് അത് കുറച്ചു കാലം അങ്ങനെ ആയി എടുക്കും, അങ്ങനെ ആയി വരുവാടാ. ഞാൻ അങ്ങനെ ഇതായി വരും, എന്താ പറയാ ബോണ്ടായി വരുന്നത്, എന്താ പറയുന്നത് ഇങ്ങനെ ഇതായി വരുന്നതിന് എന്താ പറയല്, ഞാൻ അങ്ങനെ ആവും മനസ്സിലാവും. ഞാൻ ഇത്രയും കാലം എങ്ങനെ ഉണ്ടായെന്നുള്ളത് നിങ്ങൾ നോക്കണ്ട മനസ്സിലാവും. കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ നോക്കി, കാരണം ബിഗ് സ്ക്രീനിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വേഷത്തിൽ പ്രതീക്ഷിക്കാത്തൊരു റോളിലേക്ക് ഞാൻ വരാൻ പോകും. ഓക്കെ, എന്തായാലും ആക്ടിങ് ക്ലാസ്സെല്ലാം പോയി സെറ്റ് ആക്കട്ടെ. അവിടെ ഇന്ന് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് നാളെ സ്ട്രീം ചെയ്യാം. നാളെ വരുമ്പോൾ ഞാൻ എന്തായാലും ഗ്രീൻ സ്ക്രീന് മൊത്തം സെറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ, കോൾ ഫാസി എന്തിനാണ് നിങ്ങൾ പറയുന്നത്? അവിടെ ഞാൻ പോകുന്നത് എന്തായാലും ഞാൻ കോൾ ഫാസി പറഞ്ഞോണ്ടല്ല, ഞാൻ ഇങ്ങനെ കോൾ ഫാസി പറഞ്ഞോണ്ടാ ഞാൻ ഇപ്പൊ പോകുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെയും വന്ന് കോൾ ഫാസി സ്പാം ചെയ്യും ഞാൻ പോകാൻ വേണ്ടിട്ട്. അതുകൊണ്ട് കോൾ ഫാസി പറഞ്ഞോണ്ടല്ല. ഇപ്പൊ സമയത്ത് 1 മണിയായിട്ടായി, പാതിരാത്രി 1 മണിയായി, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ, കോൾ ഫാസി സ്പാം ചെയ്തുകൊണ്ടല്ല ഞാൻ പോകുന്നത്. ഓക്കെ, ലേറ്റ് ആയി, സമയം ലേറ്റ് ആയിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, BMW കളർ ചേഞ്ച് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത കളറാണ്. ഇഷ്ടപ്പെട്ടെടുത്തതെന്നല്ല, കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാന്ന്. പക്ഷെ കണ്ട് എനിക്ക് ഇഷ്ടമായടാ, ഇനി ആ കളർ മാറ്റലൊന്നും നടക്കൂല മനസ്സിലാവും. കാലം മതി, നല്ല കളറാണ്, നല്ല കളറാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് എവരിബഡി, നാളെ കാണാം. മച്ചു ഇനിയൊന്നും കാര്യം ആക്കണ്ട, ഫസീനെ വിളിക്കാൻ പറയുമ്പോൾ ബട്ട് നോ റിയാക്ഷൻ കൊടുത്താൽ അന്ന് ഇവർ പിന്നെയും പറഞ്ഞു നിൽക്കും, മനസ്സിലായി. ഇതെന്ത് ഭാഷ മച്ചു? ഇനിയൊന്നും കാര്യമാക്കണ്ട, ഫസീനെ വിളിക്കാൻ പറയും ബട്ട് നോ റിയാക്ഷൻ കൊടുത്താലാണ് ഇവർ പിന്നെയും പറഞ്ഞുകൊണ്ട് നിൽക്കൂ, മനസ്സിലായോ? അങ്ങനെ ഓക്കെ, അതാ റിയാക്ഷൻ. എടാ ഇത് ഞാൻ കോൾ ഫസി പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇപ്പൊ പോകുന്നത്, ലേറ്റ് ആയതുകൊണ്ട് പോകുന്നത്, മനസ്സിലായോ? കോൾ ഫസി സ്പാം ചെയ്തവരോട് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളിത് സ്പാം ചെയ്തുകൊണ്ടല്ല ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. നാളെ വന്നിട്ട് കോൾ ഫസി സ്പാം ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ റിയാക്ഷൻ പോലും തരൂല. ഓക്കെ, ഞാൻ വായിക്കുക പോലും ചെയ്യില്ല. അത് നാളെ വന്നിട്ട് അത് സ്പാം ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഐസോ സ്പീഡ് റൈഡോ ഐസോ സ്പീഡ് റൈഡോ എന്നിങ്ങനെ കീ വാച്ചിങ് എല്ലാവരും ഉണ്ടാവോ? ഐസോ സ്പീഡ് റൈഡ് എന്തെല്ലോ വന്ന് സ്പാം ചെയ്യാൻ തന്നെ. കിക്ക് അമീൻ വൈറ്റ് ഫോർച്യൂണർ കാണിക്കാം. ഓ, വൈറ്റ് ഫോർച്യൂണർ ഞാൻ കാണിച്ചില്ല. അത് അടുത്ത ലൈവിൽ കാണിക്കാം, താഴെ ഉണ്ട് അടുത്ത ലൈവിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. വൈറ്റ് ഫോർച്യൂണർ കാണാനൊന്നും ഇല്ലടാ, സാധാ ഒരു വൈറ്റ് ഫോർച്യൂണർ. ഞാൻ ഒന്നും മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തില്ല, സാധാ ഒരു വൈറ്റ് ഫോർച്യൂണർ അത്രേ ഉള്ളൂ. അവിടെ വൈറ്റ് ഫോർച്യൂണർ ഫോട്ടോ ഉണ്ടോ? Anurag donated 40 രൂപ through Google Pay. മമ്മ ഫീലിംഗ്സ് ഡാൻസ് ചെയ്യാൻ പറയുന്ന മമ്മോ? നീ വല്ല ഫിലിം സ്റ്റാർ അല്ലേ, നീ ഫീലിംഗ്സ് ഡാൻസ്. എടാ അപ്പൊ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ പോവാ. എടാ നീ ഫീലിംഗ്സ് ഡാൻസ് ചെയ്തിട്ട് ലൈവ് എന്ത് ചെയ്യോ? ഞാൻ പോട്ടെ എന്നാ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. ആരോ വൈറ്റ് ഫോർച്യൂണർ കാണിച്ചല്ലോ വെച്ചിട്ട്, വൈറ്റ് ഫോർച്യൂണർ ദിസ് ഈസ് ദ വൈറ്റ് ഫോർച്യൂണർ. ഓക്കെ, അടുത്ത ലൈവിൽ അടുത്ത IR നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. മമ്മൂ ഡാൻസ് feelings